ഓം ശാന്തി. ജ്ഞാനാത്മാ നിരാകാരി പരമധാമത്തിൽ എൻ്റെ നിരാകാരി സ്വരൂപത്തിൽ സർവശക്തിവാൻ പരം ജ്യോതി ശോഭിതാവിൻ്റെ കൂടെയാണ്. എൻ്റെ പിതാവിൻ്റെ ആജ്ഞയെടുത്ത് ഞാൻ സൂക്ഷ്മവതനത്തിലേക്ക് പോവുകയാണ്. സൂക്ഷ്മവതനത്തിൽ പ്രകാശ ശരീരം ധാരണ ചെയ്ത് എൻ്റെ ദിവ്യ ഫരിസ്താ സ്വരൂപത്തിൽ ഞാൻ ഭൂഗോളത്തിന് മുകളിൽ അവതരിതമാകുന്നു. ഞാൻ മുഴുവൻ വിശ്വത്തെയും കാണുന്നു. വിശ്വത്തിലെ സർവ ആത്മാക്കളും ദുഃഖികളാണ്, അശാന്തരാണ്. സർവ ആത്മാക്കളും സത്യഹൃദയത്തോടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഹേ ദുഃഖകർത്ത സുഖകർത്ത, രക്ഷിക്കൂ, അത്യാചാരത്തിൽ നിന്നും മുക്തമാക്കൂ. മുക്തി ജീവൻ മുക്തിക്കു വേണ്ടി യാചിക്കുന്നു. സർവരുടെയും കഷ്ടതകൾ കണ്ട് എൻ്റെ മാസ്റ്റർ മെഴ്സിഫുൾ സ്വരൂപം ഇമോർച്ചാകുന്നു, ജാഗൃതമാകുന്നു. ഞാൻ ബാപ്പ് ദാദയെ ആഹ്വാനം ചെയ്യുന്നു. ഇപ്പോൾ ബാപ്പ് ദാദ സൂക്ഷ്മരൂപത്തിൽ ഞാൻ ഫരിസ്തയുടെ മുകളിൽ ഛത്രഛായയായി എത്തിയിരിക്കുന്നു. എൻ്റെ സമ്പൂർണ്ണ മെഴ്സിഫുൾ സ്വരൂപം ജാഗൃതമാകുന്നു. സുഖ ശാന്തി പവിത്രതയുടെ കിരണങ്ങൾ ഞാൻ ഫരിസ്തയിൽ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വരൂപം അധിക ശക്തിശാലിയായി മാറുന്നു. ശക്തിശാലി കിരണങ്ങൾ എന്നിലൂടെ വിശ്വത്തിൻ്റെ ഗ്ലോബിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വത്തിലെ അശാന്തി ആത്മാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്തഗണങ്ങൾ ഈ കിരണങ്ങളുടെ സ്പർശത്താൽ തങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകുന്നു. സ്വയം സുരക്ഷിതമായി അനുഭവം ചെയ്യുന്നു. ഞാൻ ഫരിസ്ത സാക്ഷിയായി സർവ ആത്മാക്കളിലേക്കും സഹനശക്തിയുടെ കിരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പാപങ്ങളിൽ നിന്നും മുക്തമായി സമ്പൂർണ്ണ പവിത്രമായി പരമാത്മാവിൻ്റെ ശരണം പ്രാപ്തമാകട്ടെ. മുക്തിധാമത്തിലേക്ക് മടങ്ങട്ടെ. ആത്മാക്കൾ ഒരു പരമാത്മാവിനെ ഓർമ്മിക്കുന്നു. മുക്തിയുടെ ആശയിൽ മുകളിൽ ആകാശത്തിലേക്ക് ഉയരുന്നു. ദേഹത്തിൻ്റെ മോഹത്തിൽ നിന്നും ദൂരെയാകുന്നു. ഓരോ ആത്മാക്കളും മുക്തി ആഗ്രഹിക്കുന്നു. അവരുടെ മനസ്സിൽ ഒരേ ഒരു സങ്കല്പമാണ്,
നമ്മൾ മുക്തിയെ പ്രാപിക്കണം. ഞാൻ നിമിത്ത ഫരിസ്ത, മുക്തിദാത ബാബയുടെ സഹയോഗിയായി തൻ്റെ മാസ്റ്റർ മുക്തിദാത സ്വരൂപത്തെ ഇമർജ് ചെയ്ത് പവർഫുൾ ദൃഷ്ടി നൽകി ആത്മാക്കളെ ശക്തിശാലിയാക്കുന്നു. പവർഫുൾ ദൃഷ്ടി വിശ്വത്തിന്റെ ഓരോ കോണിലും എത്തുന്നു. ഭൂമിയും ജീവാത്മാക്കളും തമോ പ്രധാനത്തിൽ നിന്നും മുക്തമായി കൊണ്ടിരിക്കുന്നു. സ്വച്ഛവും നിർമ്മല സ്വരൂപവുമായി കൊണ്ടിരിക്കുന്നു. സ്മൃതി ദിവസത്തിൽ ബാപ്പുദാദ തൻ്റെ ലവ്ലി കുട്ടികളെയും ലവ്ലീൻ കുട്ടികളെയും കാണുന്നു. ബാബയുടേതായപ്പോൾ ഏറ്റവും ആദ്യം ബാബ സ്മൃതി ഉണർത്തിയിരിക്കുന്നു. ഞാൻ കൽപ്പം മുമ്പേയുള്ള ഭാഗ്യവാനാത്മാവാണ്. എൻ്റെ മധുരമായ ബാബ ഈ വാക്കുകൾ ഹൃദയത്തിൽ നിന്നും ഉയരുന്നു. സർവ പരമാത്മാ പ്രാപ്തികളും എൻ്റേതായി മാറി. ബാബയുടെ ഖജനാവും എൻ്റേതായി തീർന്നു. പരമാത്മാ പാലനയുടെ അധികാരിയായി മാറി. പരമാത്മാ പാലന ഈ ഒരു ജന്മത്തിൽ മാത്രം കിട്ടുന്നു. ഇന്നത്തെ ദിവസം ഞാൻ സഹജയോഗിയാകുന്നു. ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നു. മായയ്ക്ക് സദാ വിട നൽകുന്നു. ഈ വർഷം പരിശ്രമത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന വർഷം. സമസ്യകളിൽ നിന്നും മുക്തമായിരിക്കുന്ന വർഷം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം മുക്തിധാമത്തിലേക്ക് പോകണം. ദുഃഖീയ ശാന്തരായ ആത്മാക്കൾക്ക് മുക്തിദാതാവായ ബാബയുടെ സഹയോഗിയായി മുക്തി നൽകുന്നു. ഞാൻ സ്വയം മുക്തമായി അനേകർക്ക് മുക്തി നൽകുന്നതിന് നിമിത്തമാകുന്നു. ഒരേ സമയത്ത് മനസ്സാ വാച കർമ്മണ സ്നേഹിയും സഹയോഗിയുമാകണം. ദുർബലതയുടെ കാരണം പറയരുത്, നിവാരണം ചെയ്യണം. കാരണം സമാപ്തമാക്കണം. നിവാരണം കാണപ്പെടണം. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ലൈൻ ക്ലിയർ ആകുന്നതിന്റെ ആധാരത്തിൽ നമ്പർ 1 ആയി പാസ്സാകുന്ന എവറഡിയായി ഭവിക്കട്ടെ. സദാ എവറഡി ആയിരിക്കുന്നത് ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷതയാണ്. ബുദ്ധിയുടെ ലൈൻ അത്രയും ക്ലിയർ ആയിരിക്കണം. ഏതെങ്കിലും സൂചന കിട്ടും, അപ്പോൾ എവറഡി. ഒരു കാര്യങ്ങളും സംബന്ധവും ഓർമ്മ വരരുത്. എങ്കിൽ നമ്പർ 1 ആയി പാസ്സാക്കാൻ കഴിയും. മനസ്സിനെ ശക്തിശാലിയാക്കുന്നതിനായി ആത്മാവിന് ഈശ്വരീയ സ്മൃതിയുടെയും ശക്തിയുടെയും ഭക്ഷണം കൊടുക്കൂ. ഓം ശാന്തി.